നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഷീ ഈസ് ഓൾസോ എ ഡാൻസർ. ഐ തിങ്ക് ഒരു അമ്പലത്തിൽ നിന്ന് അവരുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞു. 20 പേര് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ 10,000 രൂപ അമ്പലത്തിലേക്ക് കൊടുക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഇവർ ചെന്ന് ചെക്ക് ചെയ്തപ്പം സ്റ്റേജ് വളരെ ചെറുത്, ലൈറ്റില്ല, ട്യൂബ് ലൈറ്റാണ്, പിന്നെ ഒന്നും തന്നെ ഇല്ല, ബേസിക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ സ്റ്റേജ്. 20 പേർക്കൊന്നും നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ 20 പേരെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്. നമ്മുടെ നാട്ടിൽ അതായത് സെലിബ്രിറ്റീസിന് മാത്രമേ പൈസ തരൂ. അല്ലാത്ത എല്ലാ ഡാൻസേഴ്സും എപ്പോഴും പൈസ അങ്ങോട്ട് കൊടുത്താണ് പെർഫോം ചെയ്യുക. അതായത് അവസരം തരുന്നതിന് നമ്മൾ പേ ചെയ്യണം എന്നാണ്. ഞാനിതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസേഴ്സിന് അമ്പലങ്ങളിൽ വേദികളില്ലെങ്കിൽ പിന്നെ വേദികൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. വേറെ നോർമൽ സ്റ്റേജുകൾ വളരെ കുറവാണ്. അവസരങ്ങൾ നമുക്ക് വേണം. സോ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു അവസരം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ കളക്ട് ചെയ്ത് ഡാൻസ് ടീച്ചേഴ്സ് കൊണ്ട് കൊടുത്തിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്നാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് പേയ്മെൻറ്റ് തന്ന് പേ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരിക? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഫെയിം ഉണ്ടാവണം. 2, എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിരിക്കണം. അപ്പം നമ്മൾ എല്ലാ ഡാൻസേഴ്സും അതുകൊണ്ടൊരു അവസരം കിട്ടുമ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം റീലൊക്കെ ചെയ്തിട്ട് സ്വയം സംതൃപ്തി അടയുന്നതാണ് പൊതുവെ. അതുകൊണ്ട് എല്ലാവർക്കും അവസരങ്ങൾ നിറയെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം. സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലിടുന്ന വീഡിയോസ് എല്ലാം ലോകോത്തര നിലവാരമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഒരിക്കലും അതിനെ ആ ഒരു രീതിയിൽ സംസാരിക്കുകയുമില്ല. അങ്ങനെ അത് ശരിയല്ല. നമ്മൾ സിമ്പിളാണ്, എപ്പോഴും സിമ്പിൾ കൊറിയോഗ്രാഫിയാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്വന്തമായിട്ടൊന്ന് ഡാൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് ചെയ്യാൻ പറ്റണം. അത്രയേ ഉള്ളൂ. അതാണ് BKM ടോക്സ് തുടങ്ങിയ ഉദ്ദേശമല്ല. ഇതിപ്പോൾ ഡാൻസാണ്, തുടങ്ങിയതിനു വേണ്ടി ആയിരുന്നില്ല. എങ്കിലും ഈ ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. നാളെ ജന്മാഷ്ടമിയാണ്. ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എങ്കിലും ഇത് കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡാൻസാണ്. കുട്ടികൾക്ക് അടവുകളൊക്കെ പഠിച്ച് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, ഈ പാട്ട്. അപ്പോൾ അത് ഒരു കൃഷ്ണനും ഗോപികമാരുമായിട്ട് കളിക്കാം, അല്ലാതെയും കളിക്കാം. അപ്പം ഞാൻ ജനറലി ആണ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനോധർമ്മം പോലെ കൃഷ്ണനും രാധികയൊക്കെ ആയിട്ട് മാറ്റുക. ഇപ്പം KS ചിത്ര പാടിയ പാട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ കളിപ്പിക്കാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ പാട്ടിനെ ആധാരമാക്കിയാണ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്റ്റാർട്ടിങ്ങിലൊരു ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജം, അത് ഗണേശസ്തുതിയാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് കളിക്കാം. അപ്പോൾ പാട്ട് തുടങ്ങുന്നത് ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ച് എങ്ങനെയാണ് 2 സൈഡിൽ നിന്ന് 2 ടീമായിട്ട് അന്വേഷിച്ച് വരിക എന്നുള്ളത്. അവരിവിടെ എത്തി. അടുത്ത മ്യൂസിക്കിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കൃഷ്ണനെയാണ് നോക്കുന്നത്. ഒന്നുകിൽ കടകാമുഖം പിടിക്കാം, ഇല്ലെങ്കിൽ തലയിൽ പിടിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടാം, എന്തുകൊള്ളും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി വരാം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കാം. 2 സൈഡിലും വന്നു. അതിനുശേഷം ഇതാണ്. അപ്പം അങ്ങോട്ടൊന്ന് പോയി 1 1 2 3 4 1 2 3 4 1 2 3 4 5 6 7 8 കൃഷ്ണനെ കണ്ടു. ഇത്രയാണ്. മനസ്സിലായോ? അപ്പം നൃത്തമാടൂ കൃഷ്ണ. അപ്പോൾ ഇത് നന്നായി കളിക്കാൻ അറിയുന്നവർക്ക് എങ്ങനെ വേണം കൊറിയോഗ്രാഫി ചെയ്യാം കേട്ടോ. ഞാൻ പിള്ളേർക്ക് വേണ്ടിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 5 നൃത്തമാടൂ കൃഷ്ണ 5 കൗണ്ട് ആയിരിക്കണം കേട്ടോ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ. 1 2 3 4 5 1 2 3 4 5. ഓക്കെ. അപ്പോൾ ആദ്യത്തത് 2 സൈഡിലേക്കും
നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ. മുമ്പിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണനെ നോക്കിക്കൊണ്ട് ഇതാ ഇങ്ങനെ വെണ്ണ തരാം ഗോപാല മുകുന്ദ. ബാക്കിലേക്ക് വെണ്ണ തരാം ഗോപാല. ഇനി അതിൻ്റെ രണ്ടാമത്തെ ലൈൻ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ. മുമ്പോട്ട് ദിദത്തെ വെണ്ണ തരാം ഗോപാല മുകുന്ദ വെണ്ണ തരാം ഗോപാല. 8 ദിദത്തെ. ഓക്കെ, ഇപ്പോൾ 2 ലൈൻ കഴിഞ്ഞില്ലേ? അടുത്തത് നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ എന്നാണ്. ഇപ്പം കൃഷ്ണൻ, ഇത് കൃഷ്ണനാണ് ചെയ്യണേ. ഗ്രൂപ്പാണെങ്കിൽ എല്ലാവരും നൃത്തം ഞാനെങ്ങനെ കൈ പുറകെ കെട്ടിയിട്ട് ചെയ്യാം. കാരണം ഇത് കൃഷ്ണൻ ചോദിക്കുകയാണ്, അതുകൊണ്ടാണ് ഒരു കുശ്രുതിയൊക്കെ വച്ചിട്ട് നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ. 2 സൈഡിലേക്കും ചോദിച്ചു. ഓക്കെ, അപ്പോൾ 1 2 3 1 2 3. രണ്ടാമത് എടുക്കുമ്പം ഈ പറഞ്ഞ പോലെ നമുക്കവിടെ സ്റ്റെപ്പായിട്ട് എന്തെങ്കിലും ചെയ്യാം. നല്ല കഴിവുള്ള പിള്ളേരാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നൃത്തം ഞാനെങ്ങനെ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ. ഇവിടെ സഖി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ. അതല്ലെങ്കിൽ ഒരു രീതിയിലും കൂടെ പറഞ്ഞു തരാം നമുക്ക്. ഇങ്ങനെ നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ. 2 സൈഡിലേക്കുമുള്ള സഖികൾ. ഓക്കെ, അപ്പം അത് ചെയ്യാം. ദേഹം തളരുന്നു, ശരീരം ദേഹം തളരുന്നു ഇരിക്കണം. എന്നിട്ട് നോവുന്നു കാലുകൾ ഇങ്ങനെ പറയുക. വീണ്ടും ഒന്നോടെ എഴുന്നേക്കുക. ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തം അയ്യോ എഴുന്നേക്കാൻ വയ്യ. എന്നിട്ട് നൃത്തമാടും. അതിന് വീണ്ടും നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാം ഗോപാല മുകുന്ദ വെണ്ണ തരാം ഗോപാല. ഓക്കെ, അടുത്ത ബിറ്റ് ഇതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പാട്ട് അറിയാവുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ കേൾപ്പിക്കാം. അപ്പം നമ്മൾ സിമ്പിൾ സ്റ്റെപ്പ് എടുക്കുക. നല്ല കഴിവുള്ള പിള്ളേർക്ക് എങ്ങനെ വേണം നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. ഞാൻ പറഞ്ഞോളൂ താത ഇതേതാ ആദ്യ താളത്തിലായതുകൊണ്ട് അത് എടുക്കുക. 2 പ്രാവശ്യം അല്ല ഒരു പ്രാവശ്യം പിന്നെ ഞാൻ പിള്ളേരെ ചെയ്യിച്ച് തേഹാ തേഹി അരമണ്ഡലത്തിൽ ഈ ആയതം ശരിക്കും അറിഞ്ഞിരിക്കുക. പണ്ട് കൈ അലപറ്റണം. ഇങ്ങനെ തന്നെ വരണം. അപ്പോൾ ഇവിടെ പിള്ളേരെ ഞാൻ എപ്പോഴും അതിനകത്ത് വഴക്ക് പറയണത് നല്ല ബെൻഡ് ചെയ്ത് കയ്യിൽ നോക്കി 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 കറങ്ങി വരുമ്പോൾ ഇപ്പുറത്തേക്ക് വീണ്ടും ബെൻഡ് ചെയ്ത്. അപ്പോൾ പിള്ളേരത് ചെയ്യണ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, ബിറ്റ് കഴിഞ്ഞില്ലേ? അടുത്തത് കൃഷ്ണൻ പറയുന്നതാണ് വെണ്ണയെനീക്ക് ആദ്യമായി നൽകണം. ഇപ്പം ഞാനിവിടെ പിള്ളേർക്ക് അങ്ങനെ വിശദമായിട്ടൊന്നും അത് ചെയ്യിക്കുന്നില്ല. എന്നാലും നമുക്ക് 2 സൈഡിലേക്ക് എടുക്കാം. വെണ്ണയെ ഇങ്ങനെ എടുത്ത് കാണിക്കുക. വെണ്ണയെനീക്ക് ആദ്യമായി നൽകണം. 2 3 1 2 3 1 2 3 1 2 3. ഓക്കെ, അപ്പം 1 1 2 3 ടര ടര ടര
ടാരരാ വെണ്ണയെനിക്കിഹ ആദ്യം രണ്ടാമത്തെ സൈഡിൽ എനിക്കിഹ എനിക്കിപ്പം തന്നെ. ഓക്കെ, അപ്പോൾ ഒന്നങ്ങോട്ട് പിന്നെ എനിക്കിഹ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഇഹ ഇപ്പം തന്നെ ആദ്യമായി നൽകണം അതെടുത്തു. അതിൻ്റെ രണ്ടാമത് താതേത് ഇതെടുക്കുക. ഓക്കെ, വെണ്ണയെനിക്കിഹ ആദ്യമായി നൽകണം തന്നിടുക വെണ്ണ വേഗം സഖികളെ. ഇപ്പം കൃഷ്ണനാണെങ്കിൽ വട്ടം കറങ്ങാനാണ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചത്. തന്നിടുക വെണ്ണ വേഗം സഖികളെ ഇങ്ങനെ എടുക്കാനാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ നമ്മൾ നേരെ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് കളിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ രണ്ട് സൈഡിലേക്ക് എടുക്കുക. തന്നിടുക വെണ്ണ വേഗം സഖികളെ, തന്നിടുക വെണ്ണ വേഗം സഖികളെ, നൃത്തമാടു ഇങ്ങനെയാണ് വരണത്. ഓക്കെ, അപ്പോൾ ആ നൃത്തമാടു കൃഷ്ണ ആയി തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഒരു തവണയേ ഉള്ളൂ. വീണ്ടും അടുത്ത ബിറ്റാണ് ഇത് എന്നെ മ്യൂസിക്. അപ്പം നമ്മൾ അവർക്ക് ഇട്ട് കൊടുത്ത സ്റ്റെപ്പ് ഇതാണ്. 1 2 ധിത്തൈ ധിത്തൈ ഇത് ചെയ്യണം. അപ്പം 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 ഇങ്ങനെ 4 എണ്ണം. ഓക്കെ, അപ്പോൾ അത് പരസ്പരം ഓപ്പോസിറ്റായിട്ട് എടുക്കാം, ഫ്രണ്ടിലേക്ക് എടുക്കാം, രണ്ടുപേര് പെയർ ചേർന്ന് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ അത് ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് എടുത്തത് തദ 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 ഇതാണ്. മോഹിനിയാട്ട സ്റ്റൈലിലൊന്നും ചെയ്യണ്ട, നമ്മളല്ലാതെ കൈ നീട്ടി നല്ല ഭംഗിക്ക് എടുത്താൽ മതി. 4 സ്റ്റെപ്പ്. അടുത്തത് വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു. അതാണ്. അപ്പം അത് കൃഷ്ണൻ ചെയ്യാണ്, എല്ലാവരും ചെയ്യണേ അങ്ങനെ. അപ്പം ഇരുന്നിട്ട് വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു, ഇതാണ് ഒന്നാമത്തെ. ഓക്കെ, വീണ്ടും വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു, ക്ഷീണമെല്ലാം പോയി. ഓക്കെ, തീർന്നു. അപ്പം ഞാനിവിടെ പിള്ളേരോട് പറയും ഇങ്ങനെയൊക്കെ എടുക്കാൻ. ഇംഗുലാബ് വിളിക്കണ പോലെ ആയി പോരുന്നു, മാത്രമേ ഉള്ളൂ. അപ്പം ക്ഷീണമെല്ലാം തീർന്നു ഇങ്ങനെ എടുക്കാം. പാടു സഖികളെ, രണ്ട് സൈഡിലേക്ക്. പാടു സഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു. ഇച്ചിരി ഒന്ന് നല്ല കൊഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക. ഓക്കെ, അത് രണ്ടാമത് എടുക്കുമ്പോൾ താതയിതാ. പാടു സഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു, നൃത്തമാടു. അപ്പോൾ നമ്മൾക്ക് അപ്പോഴത്തേക്കും പിള്ളേരൊന്ന് റൗണ്ട് ചെയ്ത് കൃഷ്ണൻ നടുക്ക് നിർത്തിയിട്ട് ഇതെടുക്കാം. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ, ഇതെടുത്ത് റൗണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. ഒരു നൃത്തമാടു കൃഷ്ണൻ എങ്ങനെയാണോ ഉള്ളത്, അല്ല രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് നമുക്ക് നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ വെണ്ണ തരാം ഗോപാല മുകുന്ദ. 1 2 3 1 2 3 1 2 3 ഇതാണ് ഒരു നൃത്തമാടു കൃഷ്ണൻ എങ്ങനെ ഉള്ളപ്പം നമ്മൾ പിള്ളേർക്ക് കൃഷ്ണനൊപ്പം നമ്മൾ റൗണ്ട് ചെയ്താണ് എടുത്തത്. നൃത്തമാടു ഇങ്ങനെ നടനമാടു കണ്ണ വെണ്ണ തരാ ഗോപാല കറങ്ങി വന്നിട്ട് മുകുന്ദ വെണ്ണ തരാ ഗോപാല. എല്ലാവരും റൗണ്ടായിട്ട് കൃഷ്ണൻ്റെ ചുറ്റും ഇങ്ങനെ ഇരുന്നു. ഇപ്പം കൃഷ്ണൻ നടുക്ക് ഇങ്ങനെ നിന്നു. ഇത്രയാണ് ചെയ്തത്. ഇത് പിള്ളേരെ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ പഠിപ്പിക്കാം. ജന്മാഷ്ടമി ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത് തരണമെന്ന് വിചാരിച്ച് തന്നതാണ്.
പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. കാണുക, താല്പര്യമുള്ളവർ പഠിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ജന്മാഷ്ടമിക്ക് മാത്രമല്ല കേട്ടോ, ഏത് പ്രോഗ്രാമിനും പിള്ളേർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചെറിയൊരു ഡാൻസ് ആയിട്ട്, അല്ലാണ്ട് വലിയ ക്ലാസിക്കലാണെന്ന് ചിന്തിച്ച് ചെയ്യരുത്. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.